ഹായ് എല്ലാവർക്കും നമസ്കാരം. iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയൊരു അനൗൺസ്മെൻറ്റായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ HSST സീനിയർ പോസ്റ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഇനി 2026 അവസാനം ആകുമ്പോഴത്തേക്ക് HSST ജൂനിയറിൻ്റെ ഓൾറെഡി ഉള്ള ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 2026 ഒരു ഏപ്രിൽ മാസത്തിനുള്ളിലൊക്കെ തന്നെ HSST ജൂനിയർ പോസ്റ്റിൻ്റെ PSC വിളിക്കും. അപ്പോൾ നമുക്കറിയാം സീനിയറിനേക്കാൾ കൂടുതൽ ഒഴിവുകളുള്ളത് ഈ പറയുന്ന ജൂനിയർ പോസ്റ്റുകൾക്കാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഒഴിവുകൾ ഭാവിയിൽ വരാം എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് ഇതിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, കാരണം ഈ പരീക്ഷ വിളിച്ചിട്ട് കുറച്ച് കാലം പഠിച്ച് കുറേ പേരൊക്കെ പഠിച്ച് നല്ല സെറ്റാവും. പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടെ എഫക്റ്റീവ്, നമുക്ക് ഏറ്റവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടണമെങ്കിൽ നമ്മൾ നേരത്തെ തീർത്ത് ഒരു 8-10 തവണയെങ്കിലും റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാവും. കാരണം 100 ചോദ്യങ്ങൾ ഈ പറയുന്ന കുറഞ്ഞ സമയത്തിലാണല്ലോ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്നൊരു കാര്യം പിക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ അത്രയും റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കണം. അപ്പോൾ നമ്മളൊരു വലിയ ഡ്യൂറേഷനിൽ ഈ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയൊരു ബാച്ച് നമ്മൾ ഈ പറയുന്ന HS ഫിസിക്കൽ സയൻസിൻ്റെ പരീക്ഷ വരുന്നുണ്ടല്ലോ, ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്, S50 ബാച്ച് എന്നാണ് പറയുന്നത്. എന്താണ് ഈ S50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? S50 മീൻസ് സൂപ്പർ 50 എന്നാണ് ഈ ബാച്ചിൻ്റെ പേര്. സൂപ്പർ 50 ചുരുക്കി നമ്മൾ S50 എന്ന് പറയും. എന്തുകൊണ്ടാണ് S50 എന്ന് പറയുന്നത് വെച്ചാൽ 50 പേർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. നോർമലി അല്ലാണ്ട് ഒരു പേര് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും S50 ബാച്ചിലേക്ക് 50 പേര് 51ാമത്തെ ഒരാളെ നമ്മൾ എടുക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എനിക്ക് ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ 5 പേര് ഞങ്ങളുടെ പിള്ളേർ, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ, അല്ലെങ്കിൽ iPlusന്റെ പിള്ളേർ ആവണമെന്നുള്ള നിർബന്ധമാണ്. ഇത്തവണ ഞാനൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ആദ്യത്തെ ലിസ്റ്റിൽ വരുന്ന 50 പേരും നമ്മുടെ പിള്ളേർ, അതായത് iPlusന്റെ പിള്ളേർ അല്ലെങ്കിൽ അതുൽ സാറിൻ്റെ പിള്ളേർ ആവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 50 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൃത്യമായിട്ട് തന്നെ ഒരു 4 ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ കണ്ടന്റുകൾ, നമ്മൾ പുതിയ കണ്ടന്റുകൾ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ കണ്ടന്റുകൾ HSSTയുടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സയൻറ്റിഫിക് ഓഫീസർ, HSST, ആ കണ്ടന്റുകൾ മുഴുവൻ മാറ്റിയിട്ട് നമ്മൾ പുതിയ കണ്ടന്റുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്. അതിലിപ്പോൾ ഈ അവസാനം വന്ന പരീക്ഷയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് അറിയാമല്ലോ, പാറ്റേൺ ഒക്കെ വീണ്ടും മാറി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ ഒരുപാടായിട്ട് വരികയാണ്. കുറേ തിയറികൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇനിയും കുറേ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണം നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കണ്ടന്റുകൾ ചെയ്യുന്നത്. റെക്കോർഡ് സെഷൻ ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ആപ്പിലൂടെ തന്നെ കാണാനുള്ള സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാകുക. അത് കൂടാതെയാണ് ഞാൻ പറയുന്നത് മാസത്തിൽ 4 ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്ത് എനിക്ക് ഇൻഡിവിജ്വലി ഓരോ ആളുകളെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ 50 പേരെ ചുരുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അടുത്ത 2026 HSSTയിലെ ആദ്യത്തെ 50 വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ സൂപ്പർ 50 അല്ലെങ്കിൽ S50 എന്ന് പറയുന്ന ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ താഴെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും താഴെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞു തരും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരും എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ സമയം കളയണ്ട. കഴിഞ്ഞ പരീക്ഷ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ അതങ്ങ് വിട്, അതങ്ങ് കള. അപ്പം നമുക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഏറ്റവും നല്ല ശക്തിയായിട്ട് നമുക്ക് നമ്മുടെ S50 ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.